അടുത്തായിട്ട് നമുക്കതിൽ 3D വരയ്ക്കാനായിട്ട് നോക്കാം. അപ്പോൾ അത് 3D വരയ്ക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ ലെയർ എടുത്തിട്ട് ഈ വോൾ എന്നുള്ളത് കറണ്ട് ലെയറിലേക്ക് ആക്കുക. ഈ ഗ്രീൻ ടിക്ക് കൊടുത്താൽ മതി. ബാക്കിയെല്ലാം ഓഫാക്കുക. 0 ഇതും ഡീഫോൾട്ടായിട്ടുള്ളതാണ്. ആദ്യത്തെ 2 അതൊഴികെയുള്ളത് ഓഫാക്കി ഇടുക. പിന്നെ വിൻഡോ ഓഫാക്കണ്ട, അത് ലോക്കാക്കിയിട്ട് ഇട്ടാൽ മതി. ഇനി ഇതിൻ്റെ 2 കോപ്പി ഇവിടെ വയ്ക്കുക. ഇനി അതിന് ശേഷം ഇത് സൗത്ത് വെസ്റ്റ് ഐസോമെട്രിക് വ്യൂവിലേക്ക് ഇടുക. പിന്നെ ഇവിടെ 3D മോഡലിങ്ങിലേക്ക് ഇടുക. ഇവിടെ പ്രസ് പുൾ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതെടുക്കുക. പിന്നെ ഇവിടെ റിയലിസ്റ്റിക്കിലേക്ക് ഇടണം. ഇത് ഇവിടെ റിയലിസ്റ്റിക്കിലേക്ക് ഇടണം. എന്നിട്ട് പ്രസ് പുൾ എടുത്തിട്ട് ഇതിനെല്ലാം ഹൈറ്റ് കൊടുക്കണം. വോളുകളെല്ലാം 300 വരും. ഇത് നമ്മുടെ കീപാഡിലുള്ള ഷിഫ്റ്റ് ബട്ടണും മൗസിൻ്റെ മിഡിൽ ബട്ടണും കൂടി ഒരുമിച്ച് അമർത്തിക്കഴിഞ്ഞാൽ അങ്ങനെ നമുക്കിത് റൊട്ടേറ്റ് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് പ്രസ് പുള്ള് കൊടുക്കാം. ഇപ്പോൾ എല്ലാ വോളുകളും ആയിട്ടുണ്ട്. ഈ നെക്സ്റ്റ് ഇവിടെ ലെയേഴ്സിൽ പോയി കഴിഞ്ഞാൽ ഈ ലെയേഴ്സ് എടുത്താൽ ഇതിൽ വിൻഡോ എന്നുള്ള ലെയർ നമ്മൾ ലോക്കാക്കിയിട്ടുണ്ട്. അത് നമ്മൾ ടേൺ ഓഫ് ചെയ്തിടുക. വിൻഡോ എന്നുള്ള ലെയർ ടേൺ ഓഫ് ചെയ്തിടുക. അതിന് ശേഷം വീണ്ടും പ്രസ് പുൾ തന്നെ എടുക്കുക. ഇതെല്ലാം 60 സീൽ ഹൈറ്റിലേക്ക് കൊടുക്കുക. എല്ലാം 60 ഹൈറ്റിലേക്ക് കൊടുക്കും. ഇനി അതിന് ശേഷം ഇപ്പോൾ നമ്മൾ ഈ കൊടുത്ത ഹൈറ്റുകളുണ്ടല്ലോ, ഈ സീൽ ഹൈറ്റ് കൊടുത്തതെല്ലാം സെലക്ട് ചെയ്യുക. ഈ കൊടുത്ത എല്ലാ സീൽ ഹൈറ്റുകളും സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ച് കോപ്പി കൊടുക്കുക. കോപ്പി എടുക്കുമ്പോൾ
ഇതിൻ്റെ ഈ മുകളിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകൾ ഭാഗം ക്ലോസ് ആയിട്ടുണ്ടാവും. ഇനി ഇതന്നെ ഒരു കോപ്പി എടുത്തിട്ട് ഇതിന് വെച്ച് കൊടുക്കാം. ഇനി ഷിഫ്റ്റും മൗസിൻ്റെ മിഡിൽ ബട്ടണും കൂടി ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്നത് കാണാം ഇവിടെ. അപ്പോൾ അത് പ്രസ് പുൾ എടുത്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ പെർപെൻഡിക്കുലർ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്യുക. അതുപോലെ ഇതന്നെ ഒരു കോപ്പി എടുക്കുക. ഷിഫ്റ്റ് ചെയ്തിട്ട് ഷിഫ്റ്റും മൗസിൻ്റെ മിഡിൽ ബട്ടൺ കൂടി അമർത്തിയിട്ട് റൊട്ടേറ്റ് ചെയ്യുക. പ്രസ് പുൾ എടുക്കുക. അവിടെ ഇങ്ങനെ പെർപെൻഡിക്കുലറിന് കാണും, അവിടെ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രസ് പുൾ എടുത്തിട്ട് ഇത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്യാം. ഇനി ഇവിടെ ഈ വിൻഡോ ശരിക്കും 180 ആണ് വേണ്ടത്, അല്ല 150 ആണ് വേണ്ടത്. അപ്പോൾ ഇതിപ്പോൾ എത്രയുള്ളതെന്നുള്ളത് നോക്കുക. ഇപ്പോൾ 180 ഉണ്ട്, നമുക്ക് 150 മതി. അപ്പോൾ പ്രസ് പുൾ എടുത്തിട്ട് ഇത് ഈ എക്സ്ട്രാ 30 ഇങ്ങോട്ട് കൊടുക്കുക. ഇത് 150 ആയിട്ടുണ്ടാവും.